അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കളറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇത് കൂടെ വന്നു പച്ച ഹരിതാഭയും പച്ചപ്പ് വേറൊന്നല്ല വാഴ 2 അതിൻ്റെ ഒരു ചെറിയ ഡിസ്കഷൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ നമ്മൾ പടം ഇന്നലെ കണ്ടു. പടത്തെപ്പറ്റി പറയണമെങ്കിൽ ഒറ്റവാക്കിൽ പറഞ്ഞതാണെങ്കിൽ എല്ലാവർക്കും, അതായത് എനിക്ക് തോന്നുന്നു ഒരു ടീനേജ് ടു പ്രായമാകുന്നവരെയുള്ള എല്ലാ ആൾക്കാർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന ടൈപ്പ് പടമാണ്. അതിന് കാരണം ഈ സിനിമ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രമല്ല പേരൻസിന് വേണ്ടിയും കൂടെ എടുത്ത പോലെയാണ്. കാരണം കുറച്ചധികം അവർക്കും കൂടെ കുറച്ചധികം മെസ്സേജുകൾ കൊടുക്കുന്ന ടൈപ്പാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പടം എയിം ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് ടു പാരൻസ്. അതെ, പേരൻസ് ആണ്. അപ്പോൾ അവർക്ക് ആ സിനിമ അവരിലേക്ക് എത്തുന്നതും അവർക്ക് വർക്കാവുന്നതുമായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. സിനിമയിൽ കുറച്ചധികം ഹ്യൂമറുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ആ ഇമോഷണൽ ലൈൻ ഫസ്റ്റ് പാർട്ടിൻ്റെ അതേ വൈബിലേക്ക് പോകുന്ന അതേ ടെമ്പിളിൽ തന്നെയാണ് സെക്കൻഡ് പാർട്ടും. സോ കംപ്ലീറ്റ്ലി ആ ഒരു ഇമോഷണൽ പോയിന്റിലേക്ക് പോയി ആ ഇമോഷണലി കണക്റ്റായി പടം എൻഡ് ചെയ്യുകയാണ്. കറക്റ്റ് ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണെന്നോ അതേ ഓർഡറിൽ തന്നെയാണ് ഈ പടവും സഞ്ചരിക്കുന്നത്. ആ സിനിമയൊക്കെ കുറച്ചുകൂടെ ഓവർ ഇമോഷണലാണ് ഈ സിനിമ എന്നാണ് തോന്നുന്നത്. സോ സിനിമ കാണാൻ ആഗ്രഹമുള്ളവർ തിയേറ്ററിൽ ഇപ്പോൾ തന്നെ പോയി കണ്ടു നോക്കൂ. ചേട്ടൻ എന്താണ് പറയാനുള്ളത്? ഇല്ല, എനിക്ക് മറ്റേ ഫസ്റ്റ് പാർട്ട് ഇപ്പം വാഴ 1 ഇറങ്ങിയപ്പോഴത്തേക്കും തിയേറ്ററിൽ പടം അത്യാവശ്യം ഓടി. പിന്നീട് OTT വന്നപ്പോൾ കുറച്ച് മിക്സ്ഡ് ടു നെഗറ്റീവ് റിവ്യൂസ് വന്നായിരുന്നു. കാരണം ആ പടം എയിം ചെയ്യുന്നത് ഒരു തിയേറ്റർ ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ്. പിന്നെ OTT ഇപ്പം ഒരുപാട് എല്ലാ പടത്തിനും വിമർശനം വരുന്ന പോലെ തന്നെ ഇതിനെന്താ ഇത്ര ചിരിക്കാനുള്ളത്, ആ ലൈൻ ഓഫ് കുറച്ചധികം സംഭവം വന്നു. ബട്ട് നമുക്കന്ന് ഫസ്റ്റ് കാണുമ്പോൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടെന്ന് ഡിസ്കഷൻ. അപ്പം നമുക്കതിൻ്റെ ഇനിഷ്യലി ഉള്ള തമാശകളും കുറച്ച് വർക്കായി. പിന്നീട് കുറച്ച് ഓർഗാനിക്കലി ആണല്ലോ ഈ ഇമോഷനിലേക്ക് വരുമ്പോഴും വർക്കാവുന്നതിന് ഒരു വലിയ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ചധികം നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് എലമെൻറ്റ്സ് പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ അല്ലാത്തവർക്ക് ചിലപ്പം കണക്റ്റ് ആവണമെന്നില്ല. അതേപോലെ തന്നെയാണ് സെക്കൻഡിലേക്ക് വരുമ്പം എനിക്ക് തോന്നി ഫസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യം വളരെ കറക്റ്റ് ചെയ്തത് ഈ ടീനേജേഴ്സിനെ കാണിക്കുമ്പോഴുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഫസ്റ്റിന് വലിയൊരു ജോമോനും ഈ പറഞ്ഞ പോലെ സിജുസാണ് ഇവരെ നമ്മൾ +2 ആയിട്ട് കാണിക്കുമ്പോൾ അന്ന് ഒരുപാട് പേർക്ക് അത് വർക്കായില്ല. അവർക്ക് കുറച്ചുകൂടെ പ്രായമുള്ളതായിട്ട് തോന്നുമല്ലോ എന്നുള്ളൊരു ഒരു ഇത് വന്നിരുന്നു. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഹാഷറിനൊക്കെ എടുക്കുകയാണെങ്കിലും അവരും ഈ പറഞ്ഞ കൃത്യം ടീനേജേഴ്സിന്റെ ഒരു ഗെറ്റപ്പ് അല്ലെങ്കിലും കുറെ കൂടെ ബിലീവബിൾ ആണ്. ഇവരെ കാണുമ്പോൾ നമുക്ക് ഇവര് +2 പഠിക്കുന്ന ആ ഒരു ഇതാണ് തോന്നും. എസ്പെഷ്യലി അലനും കാണുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും. അതെ, അപ്പം അങ്ങനെ ഒരു വലിയ കറക്ഷൻ അവർക്ക് വരുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എൻഡ് ചെയ്യുമ്പോഴത്തേക്കും വാഴ 2 ലീഡ് കൊടുക്കുമ്പോഴേ നമ്മൾ എല്ലാവരുടെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഹാഷർ ടീം അവരെങ്ങനെ അവരുടെ എങ്ങനെ ഒരു സീരീസിലേക്ക് വരും. അത് തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ USP. അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. അതായത് ഓൾറെഡി സ്റ്റാർസ് ആയവരെ നമ്മളിങ്ങനെ പുതുമുഖത്തെ റീൽ സ്റ്റാർസ് ആയ ആൾക്കാരെ അതെ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ മലയാളം ഇൻസ്റ്റാഗ്രാം മുഴുവൻ ഉണ്ട് അതിനകത്ത് എന്നുള്ളൊരു ഫീൽ. ഒരുപാട് പേരുണ്ട്. ഇപ്പൊ അമീൻ ടീം, പിന്നെ നമ്മുടെ ദേവരാജ് മറ്റേ ടീമിൽ നിന്ന് പോലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എല്ലാവരെയും നമ്മളിവരെ എല്ലാവരും മൊബൈൽ കാണുന്നവരാണ്. മൊബൈലിൽ സ്ഥിരം കണ്ട് നമുക്ക് വളരെ പരിചയമുള്ളവർ ഇതല്ല ആ ഒരു USP ഉണ്ട് ത്രൂ ഔട്ട് പടത്തിന്. അപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തൊരു വാഴയുടെ ഒരു ഷോട്ട് കാണിക്കുമ്പോൾ തന്നെ എൻ്റെ തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓരോ ഹാഷറിന്റെ ഇൻട്രൊഡക്ഷൻ ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഇൻട്രോയ്ക്ക് വരെ ഭയങ്കര അവർ ഫുൾ, അതായത് ആഷൻ ടീം ഫുൾ ഫീച്ചർ ആയിട്ട് അവർ ഇതുവരെ ആ വാഴ ഫസ്റ്റ് പാർട്ടിൽ അഭിനയിച്ച അതാണ് അവർ ഏറ്റവും കൂടുതൽ ലെങ്ത് ആയിട്ട് അവർ അഭിനയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ അവരൊരു അരമണിക്കൂർ നീളമുള്ള ഒരു ഷോർട്ട് ഫിലിം പോലും അഭിനയിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നൊരു ഫുൾ 2.25 മണിക്കൂർ നേരമുള്ളൊരു പടത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അവരെ കാണിക്കുന്ന പോലെ അവരുടെ എല്ലാ മൊമെന്റിലും കയ്യടിയും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ വീഴുന്നുണ്ട്. അതെ, അവരുടെ ഫാൻ ബേസിന്റെ റെസ്പോൺസ് ആണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ USP. പിന്നെ ഈ സിനിമയുടെ ഈ ഇമോഷണൽ എലമെന്റ് ഒരുപാട് പേർക്ക് കണക്ട് ആവുന്നുണ്ട്. അത് കണക്ട് ആവും, മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് കണക്ട് ആവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഫസ്റ്റ് പാർട്ടിൽ മറ്റേ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് എന്നായിരുന്നു, ഇതിൽ ബില്യൺ ബ്രോസ് എന്നാണ്. അപ്പോൾ ബില്യണോ തോന്നുന്നില്ലേ, വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു ബില്യൺ ആക്കി കാണും. അപ്പം അങ്ങനെയാണ്. അപ്പം പേഴ്സണലി എനിക്ക് കുറച്ചിങ്ങനെ മിക്സ്ഡ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സീൻസും ഉണ്ട്, എന്നാൽ അത്ര വർക്കാവാത്ത സീൻസും ഉണ്ട്. എനിക്ക് അതുപോലെ തന്നെ ഇപ്പം എനിക്ക് പടത്തിൽ വർക്കായ ഈ ഹ്യൂമറിൻ്റെ ഏരിയ എനിക്ക് കുറച്ച് വർക്കായില്ല. പക്ഷെ എനിക്ക് ഇമോഷണലി പടം ഭയങ്കരമായിട്ട് വർക്കായി. സോ എന്നെ ശരിക്കും കുറച്ച് വിഷമിപ്പിച്ചു, കുറച്ച് കണ്ണ് നനയിച്ചു. ഞാനിത് ഈ കണ്ണ് നിറഞ്ഞത് ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ തലയിൽ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തോന്നിയിരിക്കാം. എൻ്റെ കൂടെ വന്നവന്മാർ എന്നെ ചിലപ്പോൾ കളിയാക്കിയാലോ എന്ന് പിടിച്ചിട്ട്. പക്ഷെ എല്ലാവർക്കും വിഷമായെന്ന് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിലുള്ള മിക്കവർക്കും ആ സീൻ പല സീനുകളും കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ണിങ്ങനെ കുറച്ചൊന്നും അറിയും. എനിക്കിതിൻ്റെ നമ്മൾ ഈ റൈറ്റിംഗ് എടുക്കുവാണെങ്കിൽ കുറച്ച് ഈ എന്താ പറയുക സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോവാണ്. ഇപ്പോൾ ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് ആ ഇൻസ്റ്റൻസസിൽ വലിയ കൺട്രോൾ ഇല്ല. അത് ചിലപ്പോൾ ഒരു പരിധി വരെ വാഴകളുടെ ജീവിതം അങ്ങനെയാണല്ലോ, അവരറിയാതെ എന്തൊക്കെയോ സംഭവിച്ചു അതിലൂടെ ഒഴുകി അങ്ങ് പോവാണ്. നമ്മൾ ശരിക്കും മണ്ടനായി ഒരു വാഴയായി മാറുന്നതും സന്ദർഭങ്ങളെ കൊണ്ട് വാഴയായി മാറുന്നതും ഉണ്ട്. UK പോകാൻ ഉദ്ദേശിക്കുന്നു, പക്ഷെ ദുബായ്, അങ്ങനെ കുറച്ചധികം ഇൻസ്റ്റൻസസിലൂടെ ഇവരിങ്ങനെ കടന്നു പോകുന്നത്. അപ്പം പടവും ഒരു പരിധി വരെ അങ്ങോട്ടാണ്. ഇതിപ്പം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും പോകുന്നത്, ഇവൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ, അങ്ങനെ ഒന്നും നമുക്ക് ആർക്കും ഇതിങ്ങനെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ച് ഇങ്ങനെ പോകുന്നു, ഒരു പോയിന്റിൽ വെച്ച് പടം നിർത്തുവാണ് അവർ. അങ്ങനെ ഇങ്ങനെ വന്ന് എൻഡ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു പോയിന്റ് വെച്ച് നോക്കി ഇതുവരെയുള്ള ഇവരുടെ ജീവിതം നമ്മൾ കാണിക്കുന്നു, ഇനി അങ്ങോട്ട് നമ്മൾ കാണിക്കുന്നില്ല തൽക്കാലം. അതായത് ഇവർ ആക്ച്വലി ഇവരുടെ ആ ഒരു വളരെ ലോ പോയിന്റിൽ നിന്ന് എല്ലാവരും അവരുടെ ലൈഫിൽ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് അവരുടെ ലൈഫിൽ അവർ റിയലൈസേഷൻ ഉണ്ടായി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് അവർ പോകാൻ പോകുന്നു എന്നുള്ള പോയിന്റിലാണ് പടം. അതെ, കാരണം ഇവര് ഇപ്പം നിൽക്കുന്ന, ഇപ്പം അക്കരപ്പച്ച എന്ന് പറയുന്നില്ല, ഇപ്പം നിൽക്കുന്ന സ്കൂളിലാണ്. സ്കൂളിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പുറത്തിറങ്ങി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. അവിടെ ചെന്നിട്ടും പുതിയ പ്രശ്നങ്ങൾ എന്നുള്ള ലൈഫ് മൊത്തം പ്രശ്നങ്ങളാണ്. അത് നമുക്ക് സ്കൂളിലുള്ള പ്രശ്നം നമ്മൾ വലുതാകുമ്പോൾ മാറുമെന്ന് വിചാരിച്ചാൽ വലുതാകുമ്പോൾ പുതിയ പ്രശ്നം ഉണ്ടാകുന്നു. ആ പ്രശ്നത്തിന് ശേഷം നമ്മൾ വിചാരിക്കും നമ്മൾ കുറച്ചുകൂടെ മച്ചുറായി ഒരു ഫാമിലി ലൈഫ് ആകുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ മാറും, അതായത് പുതിയ പ്രശ്നം ഉണ്ടാകും എന്ന് പറയുന്നത്. പ്രശ്നങ്ങളിലേക്ക് ഈ പറഞ്ഞ ആണുങ്ങളുടെ ലൈഫിനെ പറ്റി നമ്മുടെ ദുരന്തർ സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതെ, അതായത് ജനിക്കുന്ന അതല്ല മാധവൻ പറയുന്നത് അതുപോലെ. അതായത് ആണുങ്ങൾ ജനിക്കുന്ന കാലം പോലെ ആണുങ്ങളുടെ തലയിൽ ഒരു ഭാരം ഉണ്ടായി തുടങ്ങുകയാണ്. അതായത് അവനാണ് എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ അവനൊരു പ്രഷർ കൊടുക്കുകയാണ്, ആ സൊസൈറ്റി അവന്റെ മേലൊരു പ്രഷർ അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാ ആളുകൾക്കും അത് താല്പര്യം ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇവർ പറയുന്നത് അങ്ങനെ ആണെന്ന് പറയുന്നത് അങ്ങനല്ലേ എന്നുള്ള ലൈനിലാണ്. അല്ല, ഈ വലിയൊരു ശതമാനം ഈ പറയുന്ന നമ്മളിപ്പോൾ എതിർപ്പ് പറയുന്ന ഈ ആൽഫ മെയിൽ ഫിഗേഴ്സ് ഉണ്ടല്ലോ, അവരോടൊരു നെഗറ്റീവ് ഇത് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. പക്ഷെ ഈ ബീറ്റ മെയിൽസ് ഉണ്ടല്ലോ, അതായത് ഇതിലൂടെ സഹിച്ച് കടന്നു പോകുന്ന അവരുടെ കഥകളാണിത്. അതായത് പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ് ഒന്നിലും ഇല്ല, പക്ഷെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുമാണ്. ടൂ മച്ച് പ്രശ്നങ്ങളും. അതെ, ടൂ മച്ച് പ്രശ്നങ്ങളും. ഒരു പ്രശ്നം തീർത്ത് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അടുത്ത പ്രശ്നം വരുന്നത്. അപ്പൊ വീണ്ടും അത് പൊതുവെ പറയുന്ന ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ പെടാത്ത കുറച്ച് ആണുങ്ങളുണ്ട്. എടാ, ഇവർക്കൊക്കെ ഇവര് പറയുന്ന ഈ ഗ്രൂപ്പിൽ ഞാൻ ഇല്ലല്ലോ. ആക്ച്വലി മറ്റേ ഈ ചില ഫെമിനിസ്റ്റ് സിനിമകൾ വരുമല്ലോ, അല്ലെങ്കിൽ ഫീമെയിൽ പെർസ്പെക്റ്റീവ് സിനിമകൾ വരുമ്പോൾ അതിൽ ആ സിനിമയെ പറ്റി ക്രൂരന്മാരായ കുറച്ച് ആളുകളുണ്ട്. ചിന്താഗതി ആൾക്കാരുള്ള സംസാരിക്കുന്ന പോലെ തിരിച്ച് ആണുങ്ങളെ പറ്റി ഒരു സിനിമ എടുക്കുന്നു, ആണുങ്ങളെ പറ്റി. അപ്പം ഞാൻ ആക്ച്വലി പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഫുൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ വാഴ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് എടുത്തപ്പോഴും ഇപ്പം നായികമാരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് വന്ന് പോകുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഞാനെപ്പോഴും ആലോചിച്ചു ഇവരെപ്പോഴെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവ്, അതായത് നമ്മൾ ഫസ്റ്റിന്റെ റിവ്യൂ പറഞ്ഞത്, അതായത് സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ഇതിപ്പം സ്റ്റോറി ഓഫ് എ ബില്യൺ ഗേൾസോ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഇത് എടുക്കാവുന്നതാണ്. കാരണം ഇതിൻ്റെ അടുത്തൊരു പാർട്ട് പോലെ അവർക്ക് എടുക്കാൻ പറ്റും. കാര്യം ഞാൻ ഈ പടം കണ്ടുവന്നപ്പോൾ ആലോചിച്ച് തിയേറ്ററിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരും ചിരിക്കുന്നതെല്ലാം ഈ ആണുങ്ങളുടെ ലൈഫ് കണ്ട് അതാണല്ലോ കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ആലോചിച്ച് ഇവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെയായിരിക്കും ഈ ഇങ്ങനെ. അതുകൊണ്ട് ഇപ്പം പറയുന്നല്ലോ ഒരു പരിധി വരെ ഇപ്പം ഒരുപാട് ഫീമെയിൽ സെൻട്രിക് സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിലൂടെ ഇപ്പം നമുക്ക് അറിയാത്തൊരു ആംഗിൾ ഉണ്ടല്ലോ, ഒരു ഈ ഒരു ഏജിലുള്ള ഗേൾസ് കടന്നു പോകുന്ന ചെറിയ നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്ന പോലെ എനിക്കൊന്ന് ഇങ്ങനത്തെ സിനിമകളിലൂടെ ആയിരിക്കും കുറെയൊക്കെ ഒരു ഇവർക്ക് ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ആണെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അവരൊക്കെ ചെയ്തു പോവുകയാണ്. പക്ഷെ അത് ചെയ്യുന്നതിന്റെ ഉള്ളിൽ അവർ ബുദ്ധിമുട്ടൊന്നും. എനിക്ക് വർക്കായ വലിയൊരു പോർഷൻ ഈ പറയുന്നത് UK ചെന്നിട്ട് ഒരുപാട് ചളി കോമഡിയിലേക്കൊക്കെ പോകാതെ അവിടുത്തെ അവരുടെ സ്ട്രഗിൾസ് കാണിക്കുമല്ലോ നമുക്ക്. അതിലാ മറ്റേ പ്ലംബറായിട്ടും ഇതൊക്കെയായിട്ട് വരുന്ന ക്യാരക്ടറുണ്ട്. അപ്പൊ ആ ക്യാരക്ടർ ഇനിഷ്യലി കാണിക്കുമ്പോൾ ഫണ്ണി അങ്ങനെയാണ് കാണിക്കുന്നത്. ഞാൻ എങ്ങോട്ടാ അത് പോകുന്നത് ഇങ്ങനെ ആലോചിച്ചിരുന്നു, പക്ഷെ അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് എൻഡ് ചെയ്തു. അത് കറക്റ്റ് ആയിട്ട് പുള്ളി വന്ന് പറഞ്ഞത് മോനെ ജീവിക്കണ്ടേ, ലൈഫ് ഇങ്ങനെ കിടക്കല്ലേ, ജീവിതമല്ലേ, ലൈഫ് ഇങ്ങനെ കിടക്കുകയല്ലേ, ജീവിക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞൊരു ഡയലോഗാണ് പുള്ളി തിരിച്ച് സൈക്കിളോട്ടേക്കാണ് പോകുന്നത്. അപ്പം ആ എല്ലാവരുടെയും ആ പോയിന്റ് വരുന്ന പടത്തിന്റെ ക്ലൈമാക്സിൽ ഇങ്ങനെ വാഴ ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നു. എല്ലാവരുടെയും പാനലിൽ കുറേ സംഭവങ്ങൾ ഇങ്ങനെ സോർട്ട് ആവുക. അതേപോലെ തന്നെയാണ് ഇവിടെയും എല്ലാവരുടെയും ഈ ഫോൺ കോൾ വഴിയും നേരിട്ടുള്ളതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്റർകട്ടീവാണ് ഈ അവസാനത്തെ കുറച്ച് നേരത്തേക്ക്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും കഥയ്ക്ക് നമ്മളൊരു പ്രോപ്പറായിട്ട് ഇവരെ എല്ലാവരും എന്താണ് എല്ലാവരുടെയും ഒരു പ്രശ്നങ്ങൾക്ക് ചിലത് സോൾവ് ആവുന്നു, ചിലത് ഇവർ സോൾവ് ആക്കാൻ ശ്രമിക്കുന്നു, ചിലത് ഇത് റിയലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും
ലൈഫ് ഒരു ക്യാരക്ടർ വിട്ടുകൊടുക്കുന്നു, അത്രയും കാലം കൊണ്ടുനടന്ന ഒരു സംഭവം മറ്റേ ആഷിന്റെ ക്യാരക്ടർ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇമോഷണൽ റെസ്പോൺസിൽ ഇവിടെ കൊണ്ട് നമുക്ക് പടം നിർത്താം. ഇവരുടെ ഇതുവരെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. ബട്ട് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെയൊക്കെ ആക്ടിങ്. നമ്മൾ വാഴ ഇറങ്ങിയത് അതിന്റെ ക്ലൈമാക്സ് പോർഷനിൽ ഇവരെയാണ് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഇവരെ റീലിലേ കണ്ടുള്ളൂ. റീൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ടൈം ഫ്രെയിമാണ്. അപ്പം ഇവരെ എടുത്തൊരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് ഒരു സിനിമ ഇവർ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ പടം കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ഇവർ ഇനി മുമ്പോട്ടുള്ള സിനിമകളിൽ ഇവർ ഇമ്പ്രൂവ് ആകത്തേ ഉള്ളൂ. കാരണം വലിയൊരു എഫേർട്ടാണ് ഇവരെടുത്തത്. ഇവരുടെ ആ ഒരു റിയൽ ലൈഫ് ആ ഇമേജ് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു എഫേർട്ട്. കാര്യം ഞാനും വിചാരിച്ചു ഇവര് ഈ സിനിമയെ പറ്റി നമുക്ക് ഇനി ഇതിനു മുമ്പേ ആരോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അതായത് പഴയതുപോലെ അത്രയും ഹ്യൂമർ അല്ല, കുറച്ചുകൂടെ സീരിയസ് ആണ് എന്ന് നമ്മളോടൊരു ഫ്രണ്ട് ഇതിനു മുമ്പ് പടം ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇങ്ങനൊരു ഐഡിയ ഒരാൾ പറഞ്ഞിരുന്നു. അതായത് ഈ പടം ആദ്യത്തെ പടം പോലെ അത്രയും ഫൺ ഉണ്ടാവില്ല, ഇത് കുറെ കൂടി ഇമോഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് പോയത്. അപ്പോൾ ഈ സിനിമയിൽ ഇപ്പം എൻ്റെ ചിന്ത ആഷിലും ടീമും നമ്മൾ ചെയ്ത് കണ്ട വീഡിയോയിലെല്ലാം ഈ ഫൺ അല്ലെങ്കിൽ ഒരു ഭയങ്കര നോർമൽ ആയിട്ടുള്ള സംഭവം നമ്മൾ ഇവരെങ്ങനെ ഇങ്ങനെ ഒരു ഇമോഷണൽ ഇമ്പാക്റ്റിലേക്ക് ഇവർ നമ്മളെ കൊണ്ട് എത്തിക്കാൻ പറ്റും, അത് ഇവരെങ്ങനെ ചെയ്ത് ഫലിപ്പിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇനിഷ്യലി. അതുമാത്രമല്ല നമ്മൾ ഫസ്റ്റ് വാഴയിൽ ഇവരെ കണ്ടപ്പോൾ ഉണ്ടാകുന്നൊരു മീറ്റർ ഉണ്ടല്ലോ, അതിനകത്ത് ഇവർ കംപ്ലീറ്റ്ലി ഫണ്ണി ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഇതിനകത്ത് ആ കഥാപാത്രമാണ്. ഇതെന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. മൊത്തത്തിൽ വേറൊരു പടം ഉൾപ്പെടെ വേറൊരു മീറ്ററിലാണ് പോകുന്നത്, വേറൊരു ടോണാണ്. സെയിം നമുക്കത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതിൽ ഇവർ കുറെ കൂടെ ആദ്യം മുതലേ ഇപ്പൊ ഇവർ +2 ആ 10th മുതൽ കാണിക്കുമ്പോഴും ഇവര് നമ്മൾ ആദ്യം കണ്ട ആ മീറ്ററിലല്ല നിൽക്കുന്നത്, കുറച്ചുകൂടെ മച്യൂരിറ്റി ഉള്ള പോലത്തെ ഫീൽ. എന്താ പറയുക, കമ്മിങ് ഓഫ് ഏജ് സിനിമകളുടെ ഒരു ലൈൻ ഓഫ് പ്രസന്റേഷൻ ആണ്. അപ്പം ഇനിഷ്യലി ഒക്കെ രസമായിട്ട് പോയിട്ട് പിന്നെ ഇടയ്ക്കൊരു പോർഷനിൽ ഒരു മൊണ്ടാഷ് ഉണ്ടല്ലോ, കുറച്ചൊരു വലിയ, അതായത് കുറച്ച് സോങ്സ് മൾട്ടിപ്പിൾ സോങ്സ്, അതായത് സോങ് തന്നെ ഇടയ്ക്ക് കട്ട് ചെയ്ത് ഇടയ്ക്ക് കുറച്ച് സീൻസ് പോയി അങ്ങനെ കുറച്ചധികം നേരം ഒരു മൈൽഡ് ഒരു വലിച്ചിലുണ്ടാവും അത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്ന ഒരുപാട് പേർക്ക് ഈ ഫണ്ണുണ്ട്. അപ്പോൾ ആ ഫണ്ണ് നിങ്ങൾക്ക് എത്രത്തോളം വർക്കാവുന്നോ ചിലപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതേപക്ഷെ ഒരുപക്ഷെ ഈ തമാശകൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു മെജോറിറ്റിയും എനിക്ക് തോന്നുന്നു ഈ OTT വരുമ്പോൾ ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും ചുറ്റുമുള്ള ചിരിയുടെ ഒരു സസ്റ്റനൻസിൽ കുറെയൊക്കെ നമുക്ക് ഓക്കെ ഇതിനകത്ത് എന്തോ ഒരു ഫണ്ട് ഉണ്ടെന്നുള്ള. എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫിലെ ഹ്യൂമർ എനിക്ക് പടം തുടങ്ങി കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇന്നവൻ. കാരണം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഒരുപാട് സമയം ഇവരുടെ ഫണ്ട് പലതും എനിക്ക് ഞാൻ തിയേറ്ററിൽ പലതും ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് വർക്കായി, ആൾക്കാർക്ക് പടം വർക്കായി. പക്ഷേ എനിക്ക് ചിരി അത്രയും വരുന്നില്ല. കാര്യം എസ്പെഷ്യലി ഇതിൽ ഒരുപാട് പേര് ചിരിച്ചൊരു സീനുണ്ട്, അതായത് തിയേറ്ററിനകത്തൊരു സീൻ. ആ സീൻ ഞാനും ആ സീൻ തുടങ്ങി ആ സീനകത്തേക്ക് ചെന്ന് കഴിഞ്ഞതും ചിരി വന്നു, നമ്മൾ ചിരിച്ചു, നമുക്ക് ആ സീൻ വർക്കായി. പക്ഷെ ആ സീൻ പിന്നെ കുറെ നേരം പോകും, കുറച്ചധികം നേരം ആ സീൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യും. ഇത്രയും നേരം പോകുന്നത്. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ആ സീനിന് ശേഷവും ഈ ചിരി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ആ സീനിന്റെ തുടക്കത്തിലും ചിരിച്ചു, ആ സീൻ തുടങ്ങി അതിനകത്ത് നടക്കുന്ന ഇനിഷ്യലി ആ സീനിലെ ചിരി വന്നു. പക്ഷെ വീണ്ടും ആ സീൻ ഇങ്ങനെ കുറച്ച് നേരം മുമ്പോട്ട് പോകുന്നുണ്ട്. സോ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് നമുക്ക് ഇനിഷ്യലി ഇഷ്യൂസ് എന്നല്ല, അത് നമുക്ക് പേഴ്സണലി ഇപ്പം എനിക്ക് ചിരി വന്നില്ല എന്നുള്ളതുകൊണ്ട് അത് കൊള്ളത്തില്ലെന്നല്ല, അത് തിയേറ്ററിലുള്ള എല്ലാവരും ചിരിച്ച്, മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് ത്രൂ ഔട്ട് ചിരിയാണ്. പക്ഷേ ഞാനത് തുടങ്ങിയപ്പോൾ മുന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഈ സീൻ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങോട്ട് പോകുന്നില്ല, അവിടെ തന്നെ കുറേ നേരം എനിക്ക് അതായത് പുള്ളി ഇറങ്ങി പോകുന്നു, തിരിച്ച് വീണ്ടും വരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ചധികം സീനുകളിൽ ഞാൻ എൻജോയ് ചെയ്തതിലും കൂടുതൽ തിയേറ്ററിലെ ഒരു 50% ഓഡിയൻസ് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ചില സീനുകളുണ്ട് ഞാൻ ചിരിക്കാതിരുന്നു, ഓഡിയൻസ് മറ്റേ ആ സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു പാട്ടൊക്കെ ഒരു സംഭവമില്ല, എന്തോ നിങ്ങൾ പോണ്ട്ര UK ആ ഏരിയയിൽ തിയേറ്ററിലും വലിയ റെസ്പോൺസ് ഇല്ലായിരുന്നു. അതായത് ആക്ച്വലി ഇവര് ഡയലോഗ് പറയുന്നത് വെച്ചിട്ട് കട്ട് ചെയ്തൊരു സോങ് ഉണ്ട്, ഡയലോഗ്സ് ഐഡിയ രസമുണ്ട്. ബട്ട് അതിന്റെ ടൈമിങ്, അതായത് നമ്മൾ പടം ഒരു 75-85% കഴിഞ്ഞിട്ടും നമ്മളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവാത്തൊരു, അതായത് യൂഷ്വലി നമ്മൾ വിചാരിക്കുന്ന പോലെ കഥ ഇങ്ങനെ പോയി കഥയുടെ അങ്ങനെയല്ല ഇത് സഞ്ചരിക്കുന്നത്. ഇവരുടെ ലീനിയർ ആയിട്ട് ഇങ്ങനെ അവരെവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്ന് അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് മൊമെന്റ്സുകളായിട്ട് അങ്ങനെ പോകുന്നത്.
അപ്പോൾ എല്ലാ മൊമെന്റ്സും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ബേസിക്കലി ഒരു സിനിമയായിട്ട് കാണുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. അതല്ലാതെ ഇപ്പം എൻ്റെ ലൈഫിൽ നടന്ന കുറെ കാര്യങ്ങളാണല്ലോ ഞാൻ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സീനുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് റിലേറ്റ് ആവുന്നവർക്ക് കുറെ കൂടെ മോർ എൻജോയബിൾ. എനിക്ക് തോന്നുന്നു വാഴ സീരീസിന്റെ ഉദ്ദേശം അതായിരിക്കും, ബോയ്സിന്റെ ലൈഫിൽ നടന്ന കുറെ സംഭവങ്ങൾ നമുക്ക് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ അങ്ങനെ തന്നെയുള്ളൂ. ഇപ്പം നമുക്കും പല കാര്യങ്ങളും കാണുമ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇത് നടന്നിട്ടുണ്ട്, നമ്മളിതിലെ കടന്നു പോയിട്ടുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് അത് കൊള്ളാലോ എന്ന് തോന്നുന്ന ആ രീതിയിൽ ഇപ്പം നമ്മുടെ ലൈഫായിട്ട് കണക്ട് ആവുന്ന സീനുകൾ കാണുമ്പോൾ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പടത്തിൽ അത് ഒരുപാട് സീനുകളുണ്ടാവും. അങ്ങനെ ഫസ്റ്റിൽ നമ്മൾ എന്താ പറയുക, ഫസ്റ്റിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഫസ്റ്റിൽ ആക്ച്വലി ഇവര് നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരുടെയും ഇത് തന്നെ നാട്ടുകാരുടെ മുമ്പിൽ ഇവര് എല്ലാവരും വാഴകൾ എന്നുള്ളൊരു പേരിലേക്ക് വന്നിരിക്കുക. അതിനും മറ്റേ എന്തോ മയക്കുമരുന്ന് എന്തോ അത് തന്നെ അതിനകത്ത് മയക്കുമരുന്ന് വെച്ചാൽ ഇവരുടെ മറ്റേ കൂട്ടുകാരൊരുത്തൻ ആശ്രക്ക് വരുന്നത് അത് തന്നെ. അപ്പൊ ആ എലമെന്റിന് അവിടെ ഒരു സീനിൽ ഒതുക്കി തീർത്തു. ഇവിടെ ആ ഒരു എലമെന്റിനെ ഇവര് പടത്തിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അൽഫോൺസ് പുത്രൻ വരും. അൽഫോൺസ് പുത്രൻ ആക്ച്വലി ഈ അൽഫോൺസ് പുത്രൻ നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ എനിക്ക് പുള്ളിയെ കാണുമ്പോൾ തന്നെ ആ പുള്ളി പഴയ മറ്റേ ആരാ സ്ലാങ്ങിൽ വന്നിട്ട് അൽഫോൺസ് പുത്രനായിട്ട് എന്ന് പറയുന്ന നമുക്ക് ട്രെയിലർ കാണുമ്പോൾ അറിയാലോ പുള്ളിയുടെ മീറ്റർ എന്താണ്. ആ മീറ്ററിൽ പുള്ളി വൃത്തിയായിട്ട് കേട്ട് പോയി. ബട്ട് അവിടെയും സെക്കൻഡ് ഹാഫിൽ ഈ സ്കൂളിൽ ചെന്നതിന് ശേഷം ഈ ഇവർക്ക് എല്ലാവരും ക്ലാസ് എടുക്കുന്ന പോലെ ഒരു സെഷൻ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറച്ച് അധികം എക്സ്പോസിഷൻ ഹെവിയാണ്, കുറച്ച് പ്രീച്ചി നമുക്ക് ഡയറക്റ്റ് നോക്കി ഉപദേശിക്കാം. അതിനകത്ത് ഷോർട്സ് വൈസ് തന്നെ പുള്ളിയുടെ ക്ലോസ് അപ്പ് ഡയറക്റ്റ്ലി ഓഡിയൻസിനെ നോക്കി പറയുന്ന പോലെ ഉണ്ട്. അതാ പറഞ്ഞ ആ ഏരിയയൊക്കെ പേരൻസിന്, അതായത് കുട്ടികളുള്ള ഇപ്പം ഈ പറഞ്ഞ പോലെ ടീനേജിൽ കുട്ടികളുള്ള പേരൻസിന് ആ സിനിമ ആ പോർഷൻ കാണുമ്പോൾ അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ. എനിക്ക് പടം ഫുള്ള് കണ്ടുകഴിയുമ്പോൾ അങ്ങനെ ഒരു ഇതാണ്, അതായത് പടം ഇങ്ങനെ ഡിവൈഡഡ് ആണ്. അപ്പൊ ഈ പോർഷൻ കുട്ടികൾക്ക് ഈ ഒരു ടോണ്, ഈ പോർഷൻ ഇങ്ങനത്തെ ടോണ് അങ്ങനെയായിരുന്നു. അപ്പൊ ആ പോർഷൻ വരുമ്പോഴത്തേക്കും ഇത് നമ്മളോടല്ല അതെ ഇത് പറയുന്നത് അങ്ങനെ. അപ്പൊ അങ്ങനെ കുട്ടികൾക്കും കേൾക്കാം എന്നുള്ള ഓരോ പോർഷൻ വൈസ് എനിക്ക് തോന്നുന്നു എൻജോയ്മെന്റ് ഫാക്ടർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ പോർഷനാണ് എനിക്ക് കുറച്ചധികം ഇങ്ങനെ വന്ന് ഉപദേശവും പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്കും അതൊരു സിനിമ ഫോർമാറ്റിൽ നിന്ന് കുറച്ച് മാറുന്നൊരു ഇത് തോന്നിയായിരുന്നു. പക്ഷെ അവിടെയും ഈ പറഞ്ഞ ലൈറ്റ് ഹ്യൂമർ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് എനിക്ക് തോന്നി സിമിലർ പോർഷൻ ഫസ്റ്റ് പടത്തിൽ കുറെ കൂടെ ഓർഗാനിക്കലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പടത്തിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ടു എൻഡിന് ഒരു പ്രോപ്പർ ഒരു സിനിമ ഫോർമാറ്റ് ഇവിടെ എന്ന് പറയുമ്പോൾ കുറെ കൂടെ അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഈ സീൻ വർക്ക് ആവുന്നുണ്ടെങ്കിൽ അങ്ങനല്ല, ഈ സീൻ വർക്ക് ആവുന്നു. ഇപ്പൊ തിയേറ്ററിലെ സീനിന്റെ എനിക്ക് തോന്നുന്നു മേക്കേഴ്സിന് ചിന്ത ഈ സീൻ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ എടുക്കാം എന്നുള്ള സംഭവത്തിൽ നമ്മൾ എടുക്കും. നമ്മൾ എക്സ്ട്രാ ഹ്യൂമർ എന്തൊക്കെ ആഡ് ചെയ്യാം, ഇംപ്രവൈസേഷൻ. കാരണം അതിനകത്തുള്ളവരൊക്കെ ഈ സ്കിറ്റ് ഇതൊക്കെ ചെയ്യുന്നവരായതുകൊണ്ട് നിങ്ങൾ ഒരു സംഭവം ചെയ്യും നമുക്ക് എന്നിട്ട് എഡിറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്റർ സീൻ ഇപ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ ആ സീനിന്റെ ഇനിഷ്യൽ ആ സീനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, സ്റ്റാർട്ട് ടു എൻഡ് നമ്മൾ എഴുതിയിട്ടുണ്ടാവും സ്ക്രിപ്റ്റിൽ. അതുകൂടാതെ ഓൺ സെറ്റിൽ ചിലപ്പം ഇവർ ഒരുപാട് പേര് ചിലപ്പം ഇങ്ങനെ ഒരു ആഡ് ഓൺസ് പറയും, ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയാം, ഇങ്ങനെ ഡയലോഗ് പറയാം. അപ്പോൾ അതെല്ലാം ഇട്ട് ആ ഒരു വൈഡ് ഷോട്ടില്ല അതാണ് അതിൽ ഇതെല്ലാം എടുത്ത് പോയിട്ടുണ്ടെന്ന്. കാരണം അത് കുറച്ചധികം സമയം കാണിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഈ തിയേറ്ററിനകത്ത് നിന്ന് ഈ ഓരോ കൗണ്ടർ അടിക്കുന്ന സമയത്ത് അത് കുറച്ചധികം ലെങ്തിലേക്ക് പോകാനുള്ള റീസൺ എനിക്ക് തോന്നുന്നു മേക്കേഴ്സിന് ഉൾപ്പെടെ അറിയാം. ഇത് അവർക്കും വ്യക്തമായിട്ട് അറിയാം. തിയേറ്ററിൽ ഇത് ആൾക്കാർക്ക് കുറച്ചവർക്ക് വർക്കാവും, ഒരു മെജോറിറ്റിക്ക് സാധനം വർക്കാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കയ്യടി വീഴുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരും അതിലൊക്കെ പൊക്കോളും എന്നുള്ളൊരു ആ ഒരു സെൻസിലായിരിക്കണം. കാരണം മേക്കേഴ്സിൻ്റെ മനസ്സിലുണ്ടാവില്ല, അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട്. ഇപ്പോൾ ഈ അൽഫോൺസ് പുത്രൻ്റെ സീൻ വന്ന പോലെ ഇത് നമ്മൾ ഓഡിയൻസിന് വേണ്ടി പറയാൻ പോവാണ്. ഇത് ഡയറക്റ്റ്ലി ഓഡിയൻസിനോട് പറയണം. ഇത് ആർക്കാണോ പോകേണ്ടത് അവർക്കിത് കറക്റ്റായിട്ട് ചെന്ന് ചേരുകയും ചെയ്യും എന്നത് അവർക്ക് വളരെ ഇൻറ്റൻഷനലി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇത് സാധാരണ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നമ്മുടെ ഈ നായകന്മാരുടെ ഇൻട്രോ ഷോട്ട്സ് ഇല്ലേ, ഇൻട്രോ ഷോട്ട്സ് തിയേറ്ററിൽ ഈ കയ്യടി കഴിഞ്ഞിട്ടാണ് ഡയലോഗ് വരേണ്ടത്, ഇല്ലെങ്കിൽ കേൾക്കത്തില്ല. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ഈ നായകന്റെ ഇൻട്രോ ഒരു വലിച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും നായകൻ സംസാരിച്ചു തുടങ്ങും. ഇത് OTT കാണുമ്പോൾ ഇതെന്താണ് സ്ലോ മോഷനിൽ കുറെ നടക്കുന്നത്. നായകൻ വന്നിങ്ങനെ നിന്ന് തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് കൈയടിക്കാനുള്ള സ്പേസ് ഇടുന്നതാണ് തിയേറ്ററിനെ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ OTT അതേ സാധനം തന്നെ കാണുമ്പോഴത്തേക്കും കുറെ നേരം ഇയാൾ നടക്കുന്ന പോലെ തോന്നും. അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും OTT ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ആ സീനുകളൊക്കെ ഇത് ഇത്രയും ലെങ്ത് വേണമോ എന്ന് ചിലപ്പോൾ ചിലത് ചോദിക്കാം. ഒരുപാട് പടങ്ങൾ OTTക്ക് ഒരു ഇച്ചിരി കട്ട് ചെയ്ത് റീട്രിം ചെയ്യുന്നുണ്ട്. കാരണം തിയേറ്റർ ഓഡിയൻസിന് ഉദ്ദേശമല്ലാത്തൊരു എഡിറ്റ് വരുന്നുണ്ട്. കാര്യം ഇത് നമ്മൾ കാണുന്ന മീഡിയം ഒരു വലിയ ഫാക്ടറാണ്. അതെ. കാര്യം ഈ പടം നിങ്ങൾ തിയേറ്ററിൽ പോയി നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസും OTT കണ്ടാൽ കിട്ടുന്ന എക്സ്പീരിയൻസും രണ്ടായിരിക്കും. സോ അതുകൊണ്ട്
മാക്സിമം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി ഒരുപാട് പേരുടെ കൂടെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ ചുമ്മാ ഇരുന്ന് വിലയിരുത്താൻ നമ്മൾ വീട്ടിൽ OTT ഇരിക്കുമ്പോൾ കുറച്ച് ഇതാണോ ചിരിച്ചത്, ഇതിൽ നിന്ന് ചിരിക്കാണ്ടിരിക്കുന്നു തോന്നാം. അപ്പം അത് തന്നെ ഇപ്പൊ തിയേറ്ററിൽ ആള് കുറഞ്ഞ തിയേറ്ററിലും ഒരുപാട് ചില്ല തിയേറ്ററിലും പോയിരുന്നാലും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ പടം അങ്ങനെ തോന്നും. പക്ഷേ നമ്മളിരിക്കുന്ന ക്രൗഡ് നല്ലതാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വാഴ 2 എന്നെനിക്ക് തോന്നുന്നു. അതെ അതെ, നമുക്കും കുറച്ച് മിക്സ്ഡ്. അതെ, നമുക്ക് ഈ പ്രശ്നമാണ് നമ്മളും ഈ പറയുന്നത് ചിരിച്ചു. നമുക്കും എനിക്ക് പേഴ്സണലി ഞാൻ ഈ പറയുകയാണെങ്കിൽ പടത്തിന് സെക്കൻഡ് ഹാഫിൽ ഈ ഇമോഷണൽ സീക്വൻസ് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഇപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ UK ഉള്ള ഫ്രണ്ട്സ് ഉണ്ട്, കാനഡയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, അയർലൻഡിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ദുബായിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. കഥകളും അറിയാം, എല്ലാവരുടെയും കഥകളും അറിയാം. അപ്പം നമുക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഈ നാട്ടിൽ നിന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ട് ഈ ട്രിപ്പ് പോകുമ്പോഴും എല്ലാ ദിവസവും വൈകുന്നേരം ചായ കുടിക്കാനും എല്ലാത്തിനും നമ്മളതിനെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും പല പല കൺട്രികളിലാണ്. അപ്പോൾ എനിക്ക് ആ സീൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് എനിക്ക് ഈ ദുബായിലുള്ള ആൾ ഇന്ന ആൾ, UK ആൾ ഇന്ന ആൾ. അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് എനിക്ക് ഇവരെ എല്ലാവരെയും ഓർമ്മ വരികയും നമുക്ക് ശരിക്കും അതായത് നമ്മൾ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എല്ലാവരും ഒരു ഫോൺ കോളിലാണ് എല്ലാവരും കണക്റ്റ് ആവുന്നത്. ഇപ്പോൾ 2 വർഷം കൂടിയിരിക്കുമ്പം ഒരാൾ വരിക, ഒരാളെ വരത്തുള്ളൂ, എല്ലാവരും കൂടെ ഒരുമിച്ചൊരു സമയത്ത് വരുന്നില്ല. ഇനി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇനി ഒരിക്കൽ മീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു മൊമെൻറ്റ് എപ്പോഴാണ് നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സീക്വൻസ് ഒക്കെ വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഇമോഷണലായിരുന്നു. അതുപോലെ ആ വിനായകൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, വിനായക് ചെയ്തിരിക്കുന്ന വിനായകൻ തന്നെയാണ് ഇവരുടെ എല്ലാവരും പേര്. അപ്പോൾ വിനായക് ആക്ച്വലി ആഷറിൻ്റെ ടീമുള്ള വിനായക് പുള്ളിയുടെ അച്ഛൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന ബിജുക്കുട്ടനാണ്. ബിജുക്കുട്ടനെ നമ്മൾ ഇതുവരെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. നമ്മള് വേറൊരു ബിജുക്കുട്ടൻ അച്ഛനായിട്ട് കണ്ടിരുന്നു. അതെ അതെ, അത് പടം റിലീസായിട്ടില്ല. സോ അപ്പം ഇതിൽ ബിജുക്കുട്ടനെ ഇങ്ങനത്തെ റോൾ കണ്ടത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അവരുടെ രണ്ടുപേരുടെയും അവർക്ക് ഒരുപാട് സീനുകളില്ലെങ്കിലും എനിക്ക് ആ കാസ്റ്റിംഗ് ആണ് കുറച്ച് വർക്കായത്. കറക്റ്റ് വേറെ കുറച്ച് കാസ്റ്റിംഗ് എനിക്ക് അത്ര ഇത് അച്ഛനും മക്കളുമായിട്ട് ഫീൽ ആയില്ല. ഓക്കെ, എനിക്കിപ്പം ഈ സാധനത്തിൽ ഈ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് മറ്റേ ഇമോഷണൽ എലമെന്റ്, അതായത് ഈ ബിജുക്കുട്ടനും ഇവരും വിനായകൻ തമ്മിലുള്ള സീനുകൾ അതാണ് വർക്കായിട്ടുള്ള. അപ്പോൾ അവരുടെ ആ ഒരു ഇമോഷണൽ ഒരു എലമെന്റ് ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ ശരിക്കും തിയേറ്ററിൽ നമുക്കൊരു വിഷമം തോന്നും. അതേപോലെ തന്നെ ആ സമയത്ത് ഈ വിനായകൻ ആക്ച്വലി UK അവിടെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനുണ്ട്. അപ്പോൾ അയാൾ ആക്ച്വലി ഈ കരയുന്ന വിനായകനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒയ്യോ, അതിൽ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതിലെൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ കണ്ണ് നിറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഞാനെന്തിനെ കരയുന്നത്, ഞാനിങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഞാനിൻ്റെ കണ്ണ് തുടക്കണം. അപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു വിട്ട് എനിക്കും സർപ്രൈസ് ഇവരുടെ ആക്ടിങ് ആണ് എന്നെ ആ ഏരിയസിൽ സർപ്രൈസ് ഈ എനിക്ക് ഇമോഷണലി കണക്ട് ആവുന്നത്. എന്താ പറയുക, ഇവരുടെ കഥയല്ല, ഇവരുടെ പെർഫോമൻസിനൊരു എന്താ പറയുക ബിലീവബിലിറ്റി ഉണ്ട്. ഇപ്പം ഹാഷിർ കരയുമ്പം ശരിക്കും എന്തോ വിഷമം ആലോചിച്ച് കരയുന്നു. പടത്തിൽ പറയുന്ന വിഷമമല്ല, വേറെന്തോ വിഷമത്തിൽ ഹാഷിർ കരയുന്നു എന്നുള്ളൊരു ഫീലാണ്. അപ്പം വിനായകൻ കരഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ ഇവരെ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ചിരിച്ച മുഖത്തോടെ അജിൻ ഈ പറഞ്ഞ പോലെ മറ്റേ അജിൻ അലന്റെ ഈ പറഞ്ഞ പോലെ അലനെ നമ്മൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വിഷമത്തിലുള്ള ഫേസ് കൊണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അലൻ ഇവിടെ വന്ന് കരഞ്ഞപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളി ഇടയ്ക്ക് വിഷമം കാണിക്കുമ്പോഴത്തേക്കും ആ സോണിലേക്ക് പോകും. പക്ഷെ പുള്ളി കരഞ്ഞ സീനിലും എനിക്ക് കണ്ടപ്പം ആ ഒരു ഭയങ്കര ശരിക്കും പുള്ളി അത് ചെയ്യാണ്. ഈ പറയുന്ന നമുക്കറിയാവുന്ന ആരൊക്കെ ഇരുന്ന് കരയുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഇതിപ്പോൾ ആക്ടിംഗ് എന്ന് വിളിച്ചാലും ആ സിറ്റുവേഷൻ എന്ന് വിളിച്ചാലും വളരെ ഇഫക്റ്റീവായിട്ട് തോന്നി. ഇവരുടെ ആ സിറ്റുവേഷൻ നമ്മൾ ആ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് ശരിക്കും അതുവരെ എനിക്ക് ആ ഇവരുടെ പേഴ്സണൽ സ്റ്റോറീസിൽ അത്ര ഞാൻ ഇൻവെസ്റ്റഡ് അല്ലായിരുന്നു. ബട്ട് ആ ക്ലൈമാക്സ് വന്നപ്പോഴത്തേക്കും ഒരു സങ്കടം തോന്നിയത്. ആഷിറിനെ സംബന്ധിച്ച് ആ ആശുപത്രി ഇരിക്കത്തില്ല. അപ്പം ഇപ്പുറത്തിരുന്നിട്ട് ബിജുക്കേട്ടൻ്റെ ചേട്ടൻ വന്നിട്ട് ഒരു സംഭവം പറയും. അപ്പം കരയുമ്പോഴും ഭയങ്കര ബിലീവബിൾ ആ ഒരു ഫേസിന്റെ ഒരു ക്ലോസപ്പ് ഒക്കെ വെക്കാൻ ഡയറക്ടറെ കാണിച്ചൊരു ധൈര്യം എല്ലാവരും ഇത്രയും ഫുൾ ലെങ്ത് പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു സീൻ ഇത്ര ഇമോഷണൽ ഒരു സീനിൽ അത് കരയുമ്പോൾ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ മാർക്ക് ചെയ്യുന്നത് അല്ലെ മാർക്ക് ഇടുന്നത് ഈ ഇമോഷണൽ സീൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ മറ്റേ ഇവിടെ ക്യാമറ ഇരിപ്പുണ്ട്, ഇത്രയും പേര് നോക്കി നിൽപ്പുണ്ട്, ഇതൊക്കെ വിട്ട് ആ ഇതിനൊക്കെ ഇറങ്ങാൻ കുറച്ച് പാടാം. അതായത് ഇമോഷണൽ ആയിട്ട് നമ്മളൊരു കരയുക എന്ന് പറയുന്ന ഒരു സംഭവം ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യുമ്പോൾ നന്നായി അഭിനയിക്കാൻ അറിയാത്തവരുടെ കരച്ചിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ബട്ട് ഇവിടെ അത് അവർ വളരെ അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്കത് മനസ്സിലാവും. ബേസിക്കലി അവർ കരയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. ഹായ്, നല്ലൊരു ആക്ടിങ്, നന്നായിട്ട് കരയുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നതിലുപരി ഒരു സങ്കടം തോന്നും, ഫീൽ ചെയ്യും അവരുടെ സങ്കടം. പക്ഷെ എനിക്ക് പേഴ്സണലി അവരുടെ സങ്കടം കൊണ്ടല്ല, അവർ കരയുന്ന കണ്ടുകൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നത്.
അല്ലാതെ അവരുടെ സ്റ്റോറി ലൈൻ മറ്റേ വാഴ വൺ പോലെ തന്നെ ഒരു ടിപ്പിക്കൽ ബോയ്സിന്റെ സ്റ്റോറീസ് ആണ്. ഈ പറയുന്നത് ഇവന്റെ ഈ കണക്ഷൻ അങ്ങനെ എനിക്ക് ഇങ്ങനത്തെ പടത്തിൽ ഈ റിലേറ്റബിലിറ്റി എന്ന് പറഞ്ഞ ഫാക്ടറിന്റെ വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അതുണ്ടെങ്കിൽ കുറെ കൂടെ നമുക്കത് ഫീൽ ചെയ്യും. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ഇത്ര സ്ഥലത്താണ്, എന്റെ കേസ് എന്റെ സുഹൃത്തുക്കളൊക്കെ തൊട്ടപ്പുറം ഞാനാണ് എറണാകുളം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറയാണ്. ഓടിച്ചോടി പോയി അപ്പോഴത്തേക്കും ഗവൺമെന്റ് ഹൈവേ കൊണ്ടിട്ട് പെട്ടെന്ന് എത്താം, അരമണിക്കൂറുകൊണ്ട് എറണാകുളം എത്താം. അപ്പോൾ ആക്ച്വലി ഇതാണ് നമുക്ക്, നിങ്ങൾക്ക് ഈ സിനിമയിലെ ഈ ക്യാരക്ടേഴ്സ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് റിലേറ്റ് ആയി ഡെഫിനറ്റ്ലി ഈ പടം ആ ലൈൻ പടമാണ്. ഇത് റിലേറ്റബിൾ ആണെങ്കിൽ കുറെ കൂടെ. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ തമാശകൾ കാണുമ്പം അതിനകത്തൊരു തമാശയില്ല, പക്ഷേ റിലേറ്റബിൾ ആണ്, അതുകൊണ്ടൊരു രസമുണ്ട്. അപ്പൊ അതേപോലൊരു പടമാണ്, റിലേറ്റബിൾ ആണ്, നിങ്ങൾക്ക് ഇമോഷണലി കണക്ട് ആവും. പക്ഷെ പടം ഈ പറയുന്ന പോലെ പഴയ പഞ്ചാബി ഹൗസ് അങ്ങനത്തെ പടങ്ങളില്ലേ, അതായത് തുടക്കം ഇങ്ങനെ ചിരിച്ച് കണ്ടുകൊണ്ടിരുന്നിട്ട് കല്യാൺ രാമൻ അവസാനം കൊണ്ടൊരു ഇമോഷണലി കൊണ്ട് എൻഡ് എന്ന് പറയുന്ന പോലെ അതിന്റെ വേറൊരു ഫോർമാറ്റ് ആണിത്. ഇത് തുടക്കം കുറച്ച് തമാശകളും പരിപാടികളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് ആസ്വദിക്കാം. ലാസ്റ്റ് ഇമോഷൻ ഉണ്ട്, അതിൽ നമ്മൾ ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഇറങ്ങിപ്പോകാം. പിന്നെ എനിക്ക് നന്നായിട്ട് വർക്കായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാഷിറിന്റെ ഒരു ലവ് സ്റ്റോറി അവിടെ ഹിന്റ് ചെയ്ത് പോയിട്ട് അതിന്റെ ഒരു റെവലേഷൻ പോയിന്റ് ഉണ്ട്. ഒരു മേജർ പ്ലോട്ട് പോയിന്റിൽ വന്നിട്ട് ഇതിങ്ങനെ പൊട്ടും. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ അത് പൊട്ടിട്ട് അത് കണ്ടിന്യൂ ചെയ്യും. അതെ, നമ്മൾ ആ പൊട്ടുന്ന സമയത്ത് നമുക്ക് തിയേറ്ററിൽ നല്ല കയ്യടിയും ഭയങ്കര രസമാണ്. ബേസിക്കലി ആഷിറിന്റെ റിയാക്ഷൻ ഭയങ്കര കിടുവാണ്. പുള്ളി ഞാനാണ് സാർ എന്ന് പറഞ്ഞ് മറ്റേ വിജയ്. അപ്പൊ ഞാനത് ആ സീൻ ഭയങ്കര രസത്തോടെ ഭയങ്കര ഫണ്ണായിട്ട്, അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര എൻജോയബിൾ ആയിട്ട് വന്നു. പേര് പറയുമ്പോൾ സൈലന്റ് ആക്കി ഇട്ടേക്കും. അപ്പൊ നമ്മളിങ്ങനെ അത് ആ പേരാണോ പറഞ്ഞത്. അപ്പോൾ അത് ആക്ച്വലി ആ സീനിന്റെ നമ്മൾ ആ സീനൊന്ന് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ സീനിന്റെ ഫുൾ മൂഡ് കംപ്ലീറ്റ്ലി മാറി കുറച്ച് ഡാർക്കായിട്ട് അത് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അവിടെയാണ് നമുക്ക് അത്രയും നേരം, അതിനുശേഷം പിന്നെ ഇന്റർവെൽ പോയിന്റിലേക്ക് പോവാണ്. ആ ഇന്റർവെൽ ഫൈറ്റ് സീക്വൻസ് എനിക്ക് കുറച്ച് മെസ്സി ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് ഈ സംഭവം പിന്നീട് വരുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടായി, സെക്കൻഡ് ഹാഫ് ഒരു പകുതിയായിട്ട്. പിന്നെ പക്ഷെ അത് വേറൊരു ടോണാണ്. മറ്റേ ഈ ടോണിന്റെ ആ കണ്ടിന്യൂഷൻ കിട്ടി. നമുക്ക് അത് ഷാഷിർ സെക്കൻഡ് ഹാഫിൽ പറയുന്നുണ്ട്, പക്ഷേ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല ദിവസമാണെന്ന് ഞാൻ വിചാരിച്ചാണ്, അത് കുളമായി പോയി. എടാ അവളെ എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല, പിന്നെ മൊത്തം ബ്ലറാ എന്ന് പറയുന്ന ആ സാധനം ഭയങ്കര രസമായിരുന്നു. ഇവരുടെ സ്കൂൾ കാലം മാത്രമുള്ള പടമായിരുന്നെങ്കിൽ അതായിരിക്കും സെക്കൻഡ് ഹാഫ്. അതെ, ആ പോയിന്റ് ആയിരിക്കും ഭയങ്കര ഹൈ പോയിന്റ്. അതായത് ആ റിവീൽ പോയിന്റ് ഭയങ്കര ഹൈ പോയിന്റ് ആണ് നമുക്ക് തിയേറ്ററിൽ ഇപ്പോഴും ഹൈ പോയിന്റ് ആണ്. പക്ഷെ ആ പോയിന്റിനെ നമുക്ക് പ്രോപ്പർലി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് കഴിഞ്ഞ തൊട്ടുടനെ തന്നെ ഈ സീൻ മൊത്തത്തിൽ നിന്ന് ഷിഫ്റ്റായി കുറച്ച് ഡാർക്ക് സോണിലേക്ക് അത് സഞ്ചരിക്കും. അപ്പോൾ പിന്നെ വേറെ പിന്നെ പാരന്റ്സിനേക്കുള്ള പാരന്റ്സിനെ ഡീൽ ചെയ്യേണ്ട സീനിലേക്കൊക്കെ മാറി സെക്കൻഡ് ഹാഫിൽ വരും. സെക്കൻഡ് ഹാഫ് പക്ഷേ അത്ര ഒരു ഫൺ സംഭവമല്ല. പിന്നെ അതൊരു ലവ് സ്റ്റോറി. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവര് പോകുന്നവരെ കുറെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ ഫണ്ണൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ. ലവ് സ്റ്റോറി സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒരു സ്ഥലത്ത് ഇല്ല, പിന്നെ അത് ലവ് സ്റ്റോറി ഭയങ്കര നോർമൽ പരിപാടി ചെയ്തിട്ട് അതങ്ങ് എൻഡ് ചെയ്യിക്കുകയാണ് അവർ. പിന്നെ ബാറ്ററി ചാർജ് ചെയ്തു. എനിക്ക് അത്ര മറ്റേ ത്രൂ ഔട്ട് പടത്തില്ലേ ഈ BGM സോങ്സ് രസമുണ്ടായിരുന്നു. പക്ഷെ BGMത്തിന്റെ ചോയ്സസ് ത്രൂ ഔട്ട് പടത്തിൽ കുറച്ച് എനിക്ക് വർക്കാത്ത പോലെ തോന്നി. ഇപ്പോൾ ഇമോഷണൽ സീനാണെങ്കിലും അവിടെ ഇതെന്താ ഈ BGM വരുന്നത്, ഫൈറ്റ് സീനാണെങ്കിലും കുറച്ചെന്തോ ഒരു എനിക്ക് BGM എനിക്കിങ്ങനെ പാട്ട് പോലെ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് പടം കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുണ്ട് പടത്തിൽ. അപ്പം പടം ഇങ്ങനെ ത്രൂ ഔട്ട് സോങ്സ് ആണ്, ഇങ്ങനെ ത്രൂ ഔട്ട് കിടപ്പുണ്ട്. അതാണ് BGMs ഉണ്ട്. പക്ഷേ ഞാൻ ആ BGM എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഞാൻ പാട്ടിന്റെ കൂടി ഇരിക്കുക. അതായത് കുറേ നേരം പാട്ട് പോകുന്നതുകൊണ്ടേ ആ പാട്ട് ഇങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വിട്ടു, ആ പോയിന്റ് നിന്നൊക്കെ അങ്ങ് പോയി. ഏതാ BGM പാട്ട് സംഭവത്തെ പറ്റി മാറി ഞാൻ ഈ കഥയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുക. അതായത് എന്താണിത്, എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ വേണ്ടി. പിന്നീട് എനിക്ക് ഈ BGM പരിപാടികളൊന്നും അധികം ഞാൻ നോട്ടീസ് ചെയ്തില്ല, ശ്രദ്ധിച്ചില്ല. കാര്യം പാട്ടാണ് ത്രൂ ഔട്ട് ഒരുപാടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ട് എവിടെയാണ് BGM എവിടെയാണെന്നുള്ളത് സെപ്പറേഷൻ ഇല്ല. കാര്യം ത്രൂ ഔട്ട് ഇതുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇങ്ങനെ അങ്ങനെ ഇരുന്ന് പോയി. അതുകൊണ്ട് ഞാനത് നോട്ടീസ് ചെയ്തില്ല BGMന്റെ സംഭവം എന്താണ്. എനിക്ക് അതിൻ്റെ ചോയ്സസ് കുറച്ച് എന്തോ വർക്കാകാതെ പോയി. പിന്നെ അതുപോലെ രസകരമായൊരു സംഭവമായിരുന്നു മറ്റേ 6 മൈലിൻ്റെ ആ ഒരു മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ കുറച്ച് കൂട്ടുകാർ ബാംഗ്ലൂരുള്ളവർ UK കാണാറുണ്ട്. നമ്മുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു. അതെ, മൾട്ടിപ്പിൾ ഫ്രണ്ട്സ് ആണ് ഇവർ. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും അവരൊക്കെ UK അല്ലെങ്കിൽ അവരൊക്കെ ബാംഗ്ലൂരിലെ മിക്കവാറും കാണുമായിരിക്കും, അടിച്ചു പൊളിക്കായിരിക്കും. പക്ഷെ ഇവർ 4 വർഷം കൂടുമ്പോൾ റീയൂണിയൻ വെക്കുക ബാംഗ്ലൂരുള്ളവരൊക്കെ തന്നെ. അപ്പം നമ്മുടെ ഫ്രണ്ട് 5 വർഷമായിട്ട് ഇത് കണ്ടിട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിനിടയ്ക്ക് ഇതിനകത്ത് അത് റിമൈൻഡ് ചെയ്യുന്നൊരു സംഭവം
12 മൈലിന്റെ വ്യത്യാസമുള്ളൂ ഇവർ രണ്ടും തമ്മിൽ. അതായത് വിനായകം അലനും തമ്മിൽ UK അതെ. അപ്പോൾ ഹാഷായിട്ട് കോൾ ചെയ്യുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, എടാ നിങ്ങളൊരു പണി ചെയ്യും, നീ 6 മൈൽ നിൽക്കും, അവൻ 6 മൈൽ നടക്കട്ടെ, നിങ്ങളൊരു ഇടയ്ക്ക് വെച്ച് കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കണ്ടുമുട്ടുന്നു. ആ പോയിന്റ് ഇതാണ് ഇനി നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 6 മൈലിൽ നിന്ന് പേരിടുന്നു. അപ്പം ആ സംഭവം നമുക്ക് റിലേറ്റബിൾ ആണ്, കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പം അങ്ങനെ കുറച്ച് രസകരമായ ചെറിയ സ്റ്റോറി, ഷോർട്ട് ഫിലിം സ്റ്റോറീസ് പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ എങ്ങനെയാണ്, നീ ഫസ്റ്റ് ആണോ ഈ പടമാണോ രണ്ടും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച്? എനിക്ക് പേഴ്സണലി ഇപ്പം നമ്മൾ ഫസ്റ്റ് പാർട്ട് കാണാൻ ചെന്നപ്പോൾ നമുക്ക് യാതൊരു വിധത്തിൽ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതാണ് നമ്മൾ ആ പടം കാണാൻ പോകുന്നത്. വാഴ പടത്തിൽ ട്രെയിലർ കണ്ട് നമ്മൾ പോവുകയാണ്, നമുക്ക് എന്താ പരിപാടി എന്നറിയില്ല. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ പടം സിനിമ കാണുമ്പോഴും തിയേറ്ററിൽ നല്ല ക്രൗഡുണ്ട്, ഒരു നല്ല വൈബായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ കണ്ടാവും ഫസ്റ്റ് പാർട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ റിവ്യൂസും ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിവ്യൂവിൽ നമ്മളൊരു നല്ല റിവ്യൂ പറഞ്ഞൊരു പടം കൂടാണ്. എനിക്കൊരു ഓവറോൾ പടം എന്ന രീതിയിൽ ഇതിനേക്കാൾ കുറേ കൂടെ കമ്പോസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്നത്, ഒരു ഫുൾ കുറെ കൂടെ ഓർഗാനിക് കഥ പറച്ചിലും ഇപ്പം അതിനും മോർ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം. സിനിമാറ്റിക്, അതായത് എനിക്കൊന്ന് കുറച്ചുകൂടെ അതിന് ഇഷ്യൂസ് ഇല്ല എന്നൊന്നുമല്ല, അവിടെ ഇവിടേക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിലും കുറച്ചുകൂടെ പടത്തിന്റെ കഥയുടെ ഫ്ലോ കുറച്ചുകൂടെ ഓർഗാനിക് ആണ്. അതെ. ഇവിടെ എന്ന് പറയുമ്പോൾ കുറെ കൂടെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കുറച്ച് അധികമായിരുന്നു. ഇത് കുറച്ച് വാണ്ടറിങ് ആണ്. അതായത് ഇത് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത ഇങ്ങനെ രണ്ടും രണ്ട് സ്റ്റൈല് പടങ്ങളാണ്. അപ്പം നമ്മളെ ഫസ്റ്റ് പടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട ഹാഷർ അല്ല സെക്കൻഡ് പടത്തിൽ വരുന്നത്. ഇതിൽ കുറെ കൂടെ ഒരു മച്ചുവർ ആയിട്ടുള്ള ഒരു ഹാഷറും ഹാഷർ എന്ന ക്യാരക്ടർ ആ പടത്തിൽ നിന്ന് വളരെ ഇതിപ്പം ഈ ടൈം ലൈനിൽ എവിടെ വരും ആ ഹാഷർ? അതെനിക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനെ ഒരു ഇതിന്ന് കൊച്ചിലെ തൊട്ട് വളർന്നു വരുന്നവരെ. അതെ. അവരുടെ എന്താ +2 എല്ലാം ആ ടൈമിലായിരുന്നല്ലോ ഇവര് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഒരുമിച്ച് പഠിക്കുന്ന, പക്ഷെ അപ്പം അങ്ങനെയുള്ള ലിങ്ക് ഒന്നും ഇല്ല. ഒരുമിച്ച് പഠിക്കുന്നതല്ല, അവര് പഠിക്കുന്നത് വേറെ സ്കൂളിലാണ്. ഇതിനകത്ത് ഞാൻ അങ്ങനൊരു ലിങ്ക് പ്രതീക്ഷിച്ചായിരുന്നു. കാരണം മറ്റവരുടെ അച്ഛനെയൊക്കെ ആക്ച്വലി ഇതിൽ ആ ലിങ്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഇവരെ ഒരുപാട് പേര് ഇപ്പൊ അച്ഛൻ ക്യാരക്ടേഴ്സ് പലതും അച്ഛൻ ക്യാരക്ടേഴ്സിനെ അവിടെ കാണിക്കുന്നത് എന്തോ ഒന്ന് സാധനം വരുന്നുണ്ട്, പക്ഷെ അത് വന്നില്ല പടത്തില്. വന്നു പോസ്റ്റ് ക്രെഡിറ്റ് പോലൊരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് ഫസ്റ്റ് പാർട്ടാണ് ഇതിലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് പറഞ്ഞത് സെക്കൻഡ് പാർട്ടാണ് അവർക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നി എനിക്ക് ഒരുപാട് പേരുടെ റെസ്പോൺസ് അതാവുന്നതാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഈ അപ്സ് ആൻഡ് ഡൗൺസിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മറ്റത് കുറെ കൂടെ എന്താ പറയാ ക്ലാരിറ്റി ഉള്ള പടമാണ്. ഇതിന്റെ ഈ ചിലപ്പോൾ ഈ ഇമോഷണൽ പോയിന്റ് വല്ലാണ്ട് അവരെ ഹിറ്റ് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ഈ പടം അതായത് ഈ സിനിമ ഇതില് ഇമോഷണൽ പാർട്ട് ഫസ്റ്റ് പാർട്ടിനേക്കാൾ ഹൈയിലാണ്. അതായത് കുറച്ചുകൂടെ മോർ ഇമോഷണൽ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമോഷണൽ ഹിറ്റ് ആവുന്നത് മറ്റതിനേക്കാൾ കൂടുതലാണ്. അത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. എനിക്ക് പേഴ്സണലി തിരിച്ചു തന്നെയാണ്. എനിക്ക് എല്ലാ പോയിന്റ്സിലും ഫസ്റ്റ് ആണ് കുറച്ചുകൂടെ. എനിക്ക് ഇതിന്റെ ഇമോഷണൽ പോയിന്റ് എനിക്ക് മറ്റത് അന്ന് അത് കണ്ടപ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഓവറോൾ പടം എന്ന രീതിയിൽ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റിന്റെ ബ്രാൻഡ് ഓഫ് ഹ്യൂമർ, അതായത് ഹ്യൂമറിന് ഒരു മീറ്ററും കാര്യങ്ങളും എനിക്ക് അതും ആ പടത്തിലാണ്. ഇതിനകത്ത് രസകരമായ കുറച്ച് സീൻസ് ഉണ്ട് എങ്കിൽ കൂടിയും കുറച്ചുകൂടി ഞാൻ എൻജോയ് ചെയ്തു. ഇതിലിപ്പോൾ ഈ പറഞ്ഞ സെഗ്മെന്റ് പോലാണ്. ചില സാധനങ്ങൾ നമുക്ക് വർക്കാവാം, ചിലത് നമുക്ക് വർക്കാവാതെ പോകാം, അങ്ങനെ. അപ്പോൾ ഇതിൽ നമുക്ക് ഹ്യൂമറിൻ്റെ പാർട്ട് ഒരുപാട്, എനിക്ക് പേഴ്സണലി ഹ്യൂമറിൻ്റെ പാർട്ട് ഒരുപാട് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ ഞാൻ ചിരിച്ച് നല്ല പോർഷനുകളുണ്ട് പടത്തിൽ. ബട്ട് ഇമോഷണൽ സൈഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്കായിരിക്കുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് സർപ്രൈസിംഗ്ലി ഈ പറയുന്ന ഏറ്റവും വലിയ പോസിറ്റീവ് 4 പേരാണ്. പെർഫോമൻസ് ഞാൻ ആരെങ്കിലും ഒരാൾ നന്നായി അങ്ങനല്ല. അതെ, ഞാൻ ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് നമ്മൾ കൂടുതൽ ആയാലും ഒരാൾ രക്ഷപ്പെട്ടാൽ എല്ലാവരെയും രക്ഷപ്പെടുത്താന്നുള്ള ഐഡിയ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അല്ല പറയണ്ട, കറക്റ്റായിട്ട് എല്ലാവരും നല്ല ഫസ്റ്റ് പടത്തിൽ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ കയറാനും ഒരേപോലെ ശോഭിക്കാനും പറ്റുന്നു. ഒരു ചെറിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ യുറേക്ക സ്റ്റോറീസിന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ പക്ഷേ ദേവരാജിന് ഷൈൻ ചെയ്യാൻ ഒരു സീനുണ്ട്, കുറച്ച് വേസ്റ്റഡ് ആയി. തുടക്കം ദുബായിക്ക് പറഞ്ഞു വിട്ടു. അതെ, ഞാൻ ആക്ച്വലി എനിക്ക് അവരുടെ വീഡിയോസ് ഒരുപാട് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ, പുള്ളി നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ആലോചിച്ചത്. കാര്യം അവർക്ക് ഇൻട്രോ ഉള്ളായിരുന്നു. ചേട്ടൻ അറിയാമെന്ന് ചോദിച്ചിട്ട് അവരുടെ ഫേസ് തമ്മിൽ ഒരു സാമ്യമുണ്ട്. അതെ 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 മറ്റേ അജിന്റെ ദേവരാജിന്റെ. അപ്പം അത് ആക്ച്വലി നല്ല രണ്ട് കോമ്പിനേഷൻ. പക്ഷെ അത് ചേട്ടൻ റോളിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ഈ ദുബായിൽ ഒരു ഇമോഷണൽ സീൻ അതിനകത്താണ്. അതാണ് സെക്കൻഡ് ഹാഫിൽ എല്ലാവരുടെയും ആ ഒരു മറ്റേ ഇന്റർ കട്ടിങ് പോയിന്റിലാണ് ഈ ചേട്ടനും അനിയും തമ്മിലുള്ള
അവരുടെ കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പോൾ അതും ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സാധനമാണ്. അപ്പോൾ അവിടെയും ഈ നമ്മളാലും ഈ ദേവരാജ് ഒരു ബിലീവബിൾ ചേട്ടൻ റിലേഷൻഷിപ്പ്. അതെ അതെ, പുള്ളി ആക്ച്വലി നല്ലൊരു, എനിക്ക് ഇവരുടെ വീഡിയോ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് ഈ ഇപ്പോൾ ഹ്യൂമറിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടർ റോളുകൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പുള്ളിയെ നമ്മൾ ഈ സിനിമയിൽ വളരെ കുറച്ചേ കാണുന്നുള്ളൂ. അതാ പറഞ്ഞത്, തുടക്കം കഴിഞ്ഞാൽ പിന്നെ പുള്ളി പിന്നെ ദുബായിലാണ്, പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ കോൾ പോലെ അങ്ങനെ വന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് വളരെ കുറച്ച് സീനേ ഉള്ളൂ. അതിലും പുള്ളിക്ക് മെയിനായിട്ട് സ്കോർ ചെയ്യാൻ കൊടുക്കുന്ന സീനാണ് ഈ അവരുടെ അവസാനത്തെ സീൻ. അതെ അതെ, ഹാഷിറിന്റെയും ചേട്ടന്റെയും റിലേഷൻഷിപ്പ് അവരെയും കാണുമ്പോൾ കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതെ അതെ. സോ അപ്പം നമുക്ക് അതെ മൈൻഡപ്പ് ചെയ്യാം. സോ അപ്പം പടം കാണാത്തവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക.